ഇതാ അഖറൽ ഊല ജംഉ തഹീറാക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഒന്നാമത്തെ നിസ്കാരത്തിനെ രണ്ടാമത്തേലേക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിൽ എല്ലാ വക്തി സ്ഥാനിയെത്തി ലം യജിബി തെർത്തീബ് നിർബന്ധമില്ല ബൈനഹുമ ഈ രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ. അതേമാതിരി തന്നെ മുവാലാത്ത് നിർബന്ധമില്ല, നിയ്യത്തുൽ ജമ്മു നിർബന്ധമില്ല. ഇത് മൂന്നും നിർബന്ധമാണ്. ജമ്മു തഖദീമിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ നിർബന്ധമില്ല. ഫിൽ ഊല ഒന്നാമത്തെ ഫിൽ ഊല നീയത്തിൽ ജമ്മിന്റെ നീയത്ത് വെക്കൽ നിർബന്ധമില്ല. ഫിൽ ഊല ഒന്നാമത്തെ നിസ്കാരത്തിൽ അല്ല ഇതൊക്കെ സ്വഹിയായ പ്രകാരമാണ്. അപ്പോൾ ഇതൊക്കെ സുന്നത്താണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്യല്. ഇത് ശറൽ മദ്ഹബിൽ സുന്നത്താണെന്നുള്ള വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വഹിയാകുമ്പോൾ പിന്നെന്ത് സാനിയോടെ ഉണ്ടാവും അല്ലേ? സാനിയുടെ ആൾക്കാർ പറഞ്ഞത് ഇതൊക്കെ നിർബന്ധമാണ്. ജമ്മു തഖദീമിൽ നിർബന്ധമായ പോലെ ഇതുവഴി നിർബന്ധമാണ്. അപ്പോൾ ഫറൂഖുൽ അവ്വലു ഒന്നാമത്തെ ആൾക്കാർ അതായത് സ്വഹീന്റെ ആൾക്കാരോട് ഫർക്ക് പറഞ്ഞു ബി അന്നൽ വഖ്ത ഫി ജംഇ തഖീരിൽ സാനിയത്തി. ജംഉ തഖീറിന്റെ വിഷയമാണല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്. അതിൽ വക്ത് എവിടെയാണ്? വക്ത് രണ്ടാമത്തേന്റെ വക്താണ്. വൽ ഊല തബഉല്ലഹ ഒന്നാമത്തെ നിസ്കാരം അതിന്റെ താബിയാണ്. അല ഖിലാഫി ഫി ജംഇ തഖദീമി ജംഉ തഖദീമിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഫലാ യജിബു തർത്തീബു അവിടെ തർത്തീബ് നിർബന്ധമില്ല. ഇനി ഇതെന്തഫ തർത്തീബ് നിർബന്ധമില്ലെങ്കിൽ ഇന്തഫത്തിൽ മുവാലാത്തും നിർബന്ധമില്ല, നിയ്യത്തുൽ ജമ്മു നിർബന്ധമില്ല. എന്നാൽ സാനിക്കാരുടെ അഭിപ്രായത്തിൽ തർത്തീബ് അപ്പോൾ സാനി ഇവിടെ പറഞ്ഞത് തർത്തീബ് നിർബന്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ തർത്തീബ് നിർബന്ധം ആണ് എന്നുള്ള അഭിപ്രായം അനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തർത്തീബ് നമ്മളെ കൊളായിപ്പോയി. അതായത് ആദ്യം രണ്ടാമത്തെ നിസ്കാരം നിസ്കരിച്ചാൽ അല്ലെങ്കിൽ ബിൽ മുവാലാത്ത് അല്ലെ തർത്തീബ് റെഡിയായി പക്ഷെ മുവാലാത്ത് ഉണ്ടായില്ല, അല്ലെങ്കിൽ നിയ്യത്തുൽ ജമ്മ ഉണ്ടായില്ല. ഇതൊക്കെ നിർബന്ധമാണ് സാനി പ്രകാരം നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാനി പ്രകാരം നമ്മൾ അമൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഹ്ലാല് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? സൂറത്തിൽ ഊല ഖളാൻ ഒന്നാമത്തെ നിസ്കാരം ഖളാ ആയി പോകും. ഒന്നാമത്തെ നിസ്കാരം ഖളാ ആയി പോയാലോ യംതനിയു കസ്റുഹ അത് കസ്റയ്യല് മുംതനിയാണ്, പാടില്ല. ഫി വജീൻ തഖദ്ദമ നേരത്തെ പറഞ്ഞൊരു വജീ പ്രകാരം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ കസറിന്റെ വിഷയത്തില് ഖളാ ആയി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ നമ്മൾ എന്തില്ല കസറില്ല എന്നുള്ളൊരു വജീ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ വജീ പ്രകാരം അയാൾക്ക് കസറാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇനി യജിബു കൗനു തഖീരി ഇലാ വഖതി സാനിയതി ബിനിയ്യത്തിൽ ജംഇ. പക്ഷെ ജംഉ തഖീറിന്റെ വിഷയത്തിൽ വേറെ നിയ്യത്തുണ്ട്. എന്താ നിയ്യത്ത്? ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് നിയ്യത്തുൽ ജംഉ വേണം. ഖബല ഖുറൂജി വക്തിൽ ഊല ഒന്നാമത്തെ വക്ത് പുറപ്പെടുന്നതിന് മുമ്പ്, ഒന്നാമത്തെ വക്ത് കഴിയുന്നതിന്റെ മുമ്പ്. ബിസമനി കാലത്ത് ഫീഹി ആ കാലത്ത് തുടങ്ങുകയാണ്. ആ സമയത്ത് സമനൊരു സമയത്ത് ആ സമയത്ത് തുടങ്ങുകയാണ്. ഫീ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ കാലത്ത് നിസ്കാരം അതാ ആകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് അതായത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ വേണ്ടിയല്ലോ നിസ്കാരം നിസ്കരിക്കാനുള്ള അല്ലെങ്കിൽ മഗ്‌രിബ് ഒക്കെ അല്ലേ നമ്മൾ പിന്തിച്ച് ജമ്മാക്കുക. അപ്പോൾ ആ ഒരു സമയത്തിന്റെ മുമ്പെങ്കിലും എന്ത് ചെയ്യണം? അത് നിസ്കരിക്കണം, അല്ലാതെ നിയ്യത്ത് വെക്കണം. ഈ വിഷയം റൗലയിൽ അസ്ലു റൗലയിൽ അസാബിനെ തൊട്ട് അതേമാതിരി തന്നെ സറൽ മദ്ഹബിൽ അസാബിനെ തൊട്ട് ഇങ്ങനെ പറഞ്ഞു ബിസമനിൻ അക്സറ ആ നിസ്കാരത്തിന് വിശാലമാകുന്ന ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യണം? മുന്തണം. കബല ഹുറൂജ് വക്തിൻ ബിസമനി എന്നുള്ള ആ ബിസമനി അക്സറ അങ്ങനെ അവിടെ പറഞ്ഞത്. ഏതായാലും മുബയ്യനൻ അത് വ്യക്തമാക്കുന്നതാണ്. അന്നൽ മുറാദ് ബിൽ അദായി ഫിൽ റൗലത്തി അൽ അദാ ഉൽ ഹക്കീക്കി. റൗലയിൽ പറഞ്ഞിട്ടുള്ള ആ അദാ എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിനെ നമ്മൾ വ്യക്തമാക്കുകയാണ്. ശറൽ മുദബിൽ എന്താണെന്ന് യഥാർത്ഥത്തിൽ അദാ ആണ്. അദാ 2 നിലക്കുണ്ട്. ഒന്ന് മുഴുവനായിട്ട് ആ സമയത്ത് കിട്ടുന്നതും പിന്നെ ഒരു റക്അത്ത് കിട്ടുന്നതും ഉണ്ട് അല്ലേ? ബിജമീ കബല ഖുറൂജി വക്തി അതാണ് അദാ ഉൽ ഹക്കീക്കി. അങ്ങനെയുള്ള സമയത്തിന്റെ മുമ്പേനോ ജമ്മിന്റെ ഈത്ത് വെക്കണം. ഏതുപോലെ ഹിലാഫിൽ ഇതിയാനി ബി റകഅത്തി മിൻഹ ഒരു റകഅത്ത് ആ നിസ്കാരത്തിൽ നിന്ന് ഒരു റകഅത്ത് കൊണ്ടുവരുന്നതിന് എതിരായിട്ട് ഫിൽ വഖത്തി ആ സമയത്ത് വൽ ബാക്കിയുള്ള ആ സമയത്തിന്റെ ശേഷം കൊണ്ടുവരുന്നതിന് എതിരായിട്ട് അത് ഇപ്പൊ തസ്മിയത്തു അദാബി തബയ്യത്തി മാ ബാദൽ വഖ്തി ലിമാ ഫീഹി അതിന് അദാ എന്ന് വെക്കുന്നത് പേര് വെക്കുന്നത്
മാബദൽ വക്ത് താബി ആകുന്നതുകൊണ്ടാണ് ലിമാ ഫീഹി ഒന്നാമത്തെ വക്തിൽ ഉള്ളതിനോട്, അതായത് ഒന്നാമത്തെ റക്കത്തിൽ ഉള്ളതിനോട് താബി ആയിട്ടാണ് രണ്ടാമത്തെ സമയത്തുള്ളത് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ താബിയാ മാത്രം സംഗതി അവിടെ നമ്മൾ നിസ്കരിക്കണില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മുഴുവൻ സമയവും മുഴുവൻ നിസ്കാരവും നിസ്കരിക്കാനുള്ള സമയമാകുന്നതിൻ്റെ ആ ഒരു സമയത്തിന്റെ തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ ആ സമയത്തിനുള്ള ഒരു മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അവന് ആ നീയത്ത് വെക്കണം. ഈ വിഷയം കമാ തഖദ്ദമ ഫീ സലാത്ത് കിതാബി സലാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇനി അവൻ അങ്ങനെ പിന്തിപ്പിച്ചില്ല, അങ്ങനെ നീയത്ത് വെച്ചില്ല. വൈൻ അഹറ, എന്നിട്ട് അവൻ എന്ത് ചെയ്ത് പിന്തിപ്പിച്ചു. പിന്നെ ഒരു നീയത്തിൽ ജമ്മിന്റെ നീയത്തില്ലാതെ ഓൻ പിന്തിപ്പിച്ചാല് ഓ ബി നീയത്തി അല്ല ജമ്മ നീയത്തുണ്ട്, പക്ഷെ ആ സമയത്ത് അതാ ഫീ സമനില്ലാ തക്കൂന് സ്വലാത്തു ഫീ അദാൻ, ആ സമയത്തിൽ എന്താവൂല, അതായിട്ട് കിട്ടൂല. അലാമാതക്കർ നേരത്തെ പറഞ്ഞ മാതിരി ഫയാസി, അവനെന്താവും, കുറ്റക്കാരനാകും. തക്കൂനു കലാൻ, അവന്റെ നിസ്കാരം കലാ ആയി പോകും. എംതനിയോ കസുറാ ഫീ വജീൻ തഖദ്ദമ, അപ്പൊ കുറ്റക്കാരനായതുകൊണ്ട് തന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, അവന് അത് കസറ ചെയ്യാൻ പറ്റൂല. നേരത്തെ പറഞ്ഞൊരു വജീല് പ്രകാരം കലാ ആയത് എന്ന് കസറാക്കാൻ പറ്റൂല എന്ന വജീഹ് പ്രകാരം അവന് കസറ ചെയ്യരുത് എന്നർത്ഥം. ജമാ തഖ്ദീമൻ, മുന്തിച്ച് ജമ്മാക്കി. ബിയാൻ സല്ലൽ ഊല ഫി വക്തിഹ, ഒന്നാമത്തേന്റെ സമയത്ത് നിസ്കരിച്ചു ജമ്മിനെ കരുതിയിട്ട്. അങ്ങനെ രണ്ട് നിസ്കാരത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിൽ ഓൻ എന്തായി, മുക്കീമായി. സോറ ബൈന സലാത്തൈനി ഔ ഫിൽ ഊല, മുഹററിൽ ഇപ്പം അങ്ങനെയുള്ളത്. ഏതായാലും മുക്കീമായി. ബിനീയത്തിൽ ഇക്കാമത്തി, ഒന്നെങ്കിൽ ഓൻ ഇക്കാമത്തിന്റെ നീയത്ത്, ഇവിടെ താമസിക്കാൻ നീയത്ത് വെച്ചു, അല്ലെങ്കിൽ അവിടെ കപ്പലെത്തിച്ചേർന്നു അവന്റെ ലക്ഷ്യസ്ഥാനത്തെ പെട്ടെന്ന് നിസ്കാരത്തിന്റെ ഇടയിൽ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർ അവിടെ ബാത്തിലായി, കാരണം അവിടുത്തെ കാരണം പോയല്ലോ. അപ്പൊ പിന്നെ രണ്ടാമത്തിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. സാനിയത്തില വക്തിയ. പിന്നെ ഒന്നാമത്തേന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം അതെന്തുകൊണ്ട് അവൾ യോജിച്ച് വന്നിട്ട് ആ സമയത്ത് തന്നെ. ഇനി ഓഫീസ് സാനിയത്തി രണ്ടാമത്തെ നിസ്കാരത്തിലാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്തായതോ മുഖ്യമായത് എങ്കിൽ രണ്ടാമത്തെ നിസ്കാരം ബാത്തിലാവൂല. അതാണ് അസഹാഭിപ്രായം. കാരണം അത് ഉദർ നീങ്ങണതിന്റെ മുമ്പ് തന്നെ അത് അവന്റെ അവിടെ നടന്നിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ നിസ്കാരത്തിലാകുമ്പോൾ എനിക്കാത് വന്നിട്ടുണ്ട്, അല്ലെ രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ തമാമ് വന്നിട്ടുണ്ട്. ഏതായാലും ഉദർ നീങ്ങണതിന്റെ മുമ്പ് അവിടെ ശരിയായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് അസഹിന്റെ ആൾക്കാർ പറഞ്ഞത്. ഇനി സാനിക്കാർ പറഞ്ഞു അതായത് അത് ശരിയാവൂല എന്നുള്ള, അതായത് രണ്ടാമത്തെ നിസ്കാരം വീണ്ടും നിസ്കരിക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ. അത് അവർ ഈ മുഅജ്ജലത്തിൻ അലാ വഖ്തിയാലിൽ ഉദ്രി, ഇത് ഒരു കാരണമുള്ളതുകൊണ്ട്, കാരണം അവിടെ യാത്ര എന്നുള്ളതായിരുന്നു. അപ്പൊ ആ യാത്ര ഉള്ളതുകൊണ്ട് വക്തിന്റെ മുമ്പ് മുഅജ്ജലത്തായുള്ള നിസ്കാരമാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ അവിടെയുള്ള കാരണം നീങ്ങിപ്പോയി, കബുലഹോ വക്തിന്റെ മുമ്പ്. അപ്പോൾ അതിരക്കൗൽ മുസല്ലിക്കാൻസിംഗിൽ എന്ത് കിട്ടും ചെയ്ത്, രണ്ടാമത്തെ വക്തോടെ കിട്ടും ചെയ്ത് ഫൽ ഫീ, അപ്പോൾ അവനക്ക് എന്ത് ചെയ്യണം, ആ രണ്ടാമത്തെ വക്തിൽ അവൻ അതിനെ വീണ്ടെടുക്കണം. ഇനി അതാണ് സാനിന്റെ അഭിപ്രായം. ഇനി പിന്തിച്ചമ്മാക്കാണ് വിചാരിച്ചോളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഫാക്കാമ ബാധ ഫറാഹിമ, രണ്ട് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇക്കാമത്തായെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താ, അവിടെ നേരത്തെ പറഞ്ഞ റുഖ്സോട് താമായി വന്നു. രണ്ടാമത്തെ സമയത്ത് തന്നെ എന്ത് ചെയ്ത്, അവിടെ രണ്ടാമത്തിന്റെ സമയത്താണല്ലോ മുഖ്യമായത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി രണ്ടാമത്തിന്റെ സമയത്തിന്റെ മുമ്പാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കബുൽ ഫറായിഹ, രണ്ടാമത്തെ നിസ്കാരം കഴിഞ്ഞതിന്റെ മുമ്പാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കലായി പോകും. ശ്രദ്ധിക്കണം. ഇജാലുൽ ഊല കലാൻ, ഒന്നാമത്തെ കലാക്കപ്പെടും. ലിഅന്നഹ താബിയത്തുൽ ലിസാനിയത്തി, കാരണം എന്താണ്, അത് രണ്ടാമത്തേനോട് താബി ആയി വരുന്നതാണ്. സോറി, ഇജാലുൽ കലാൻ രണ്ടാമത്തത് ഒന്നാമത്തെ കലാ ആകും, കാരണം രണ്ടാമത്തേന്റെ താബിയാണിത്. ഫിൽ അതായി അതാ, രണ്ടാമത്തത് അതാ ആയാലാണ് എന്ത് ചെയ്യുക, ഒന്നാമത്തത് അവിടെ അതാകുള്ളൂ. ലിൽ ഉദരി, ഇവിടെ ഉദുറുള്ളതുകൊണ്ട് വഖദ് സാല ഖബല തമാമിഹ, ആ ഉദുറുവിടെ രണ്ടാമത്തെ തീരുന്നതിന്റെ മുമ്പ് കഴിഞ്ഞു പോയി. അങ്ങനെ ആകുമ്പോൾ ഒന്നാമത്തെ അവിടെ കള്ളായി പോകും. ഇനി രണ്ടാമത്തെ നിസ്കാരത്തിന്റെ ഇടയിലാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമായി എന്നുണ്ടെങ്കിൽ ഇതാക്കാമ കഫി അസ്നായി സാനിയത്തി എന്നാണെങ്കിൽ എംബൈ എന്തക്കോനൽ ഊല അദാൻ, അങ്ങനെ ആകുമ്പോൾ ഒന്നാമത്തത് നിർബന്ധമായും അദാ ആയി മാറും. ഇതിൽ ഈ ഭാഗത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് താബിഅത്തുൽ ലിസാനിയത്തി ഫിൽ അദായി, അദാഇന്റെ വിഷയത്തിൽ
രണ്ടാമത്തേനോട് ഒന്നാമത്തെ താബിയാണ് പിന്തിച്ച് അമ്മാക്കുമ്പോൾ. അപ്പോൾ രണ്ടാമത്തെ തീരുന്നതിൻ്റെ മുമ്പ് ഇവിടെ യാത്ര കഴിഞ്ഞുകൊണ്ടാണ് എന്താവുന്നത്, അത് ഖളാ ആകുന്നത്. ഇനി സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. അസ്സലാമു അലൈക്കും.